അമൽ നേരത്തെ അനന്തൻ സൂചിപ്പിച്ചത് തന്നെ രാഹുലിന്റെ സാന്നിധ്യം നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എവിടെയെന്നാണ് ആദ്യം കോയമ്പത്തൂരിൽ എത്തുന്നു. അവിടെ നിന്നും പിന്നീട് തമിഴ്നാട് അതിർത്തി കർണാടക അതിർത്തിയിലുള്ള ഭാഗത്ത് ബാഗല്ലൂരിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ നിന്നും കർണാടകയിൽ എത്തുമ്പോൾ രഹസ്യ കേന്ദ്രങ്ങളിലൊക്കെയാണ് കഴിഞ്ഞത്. അപ്പോൾ ആ ട്രേസ് ചെയ്യാൻ പിന്നാലെ പോകാൻ എന്തെങ്കിലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇട്ട് പിടികൂടാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുമോ എന്താണ്? അതല്ല മറ്റെന്തെങ്കിലും നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്നും നടത്താനുള്ള സാധ്യത? അമൽ, രാഹുൽ ഈ കേരളത്തിൽ നിന്നും കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയുടെ ഒരു നിഗമനം. നിലവിലെന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം കോടതി ജാമ്യാപേക്ഷ കൂടി തള്ളിയതോടെ നമുക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ കോടതി ജാമ്യം അനുവദിച്ചാൽ അത് പോലീസിന് തിരിച്ചടിയാകുമോ, പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ രാഹുൽ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തതയുണ്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ ആനന്ദൻ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലേക്ക് നിലവിലെന്തായാലും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ നിന്നും തള്ളിയ ജാമ്യാപേക്ഷയ്ക്ക് മുകളിൽ ഒരു അപ്പീൽ നൽകി അത് ഹൈക്കോടതിയിലേക്ക് എത്തി. ഹൈക്കോടതിയിൽ നിന്നും ഒരു ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഈ പറയുന്ന രാഹുൽ ഉറപ്പായും അത്തരമൊരു നീക്കമായിരിക്കും നടത്തുക. എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ ദൃശ്യങ്ങളാണ്. പടക്കം പൊട്ടി പാലക്കാട്ടുകാർ ആഘോഷിക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ ആഘോഷമാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാക്സിമം ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ആഘോഷമാക്കി മാറ്റുകയാണ്. 10 മടങ്ങ് ആഘോഷമാക്കി പ്രതിപക്ഷ പാർട്ടികൾ മാറ്റുന്നതിന്റെ ദൃശ്യമാണ്. അമൽ തുടരുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു വന്നത് രാഹുൽ ഇനി എവിടെയാണ്, രാഹുലിനെ എവിടെ വെച്ച് പിടികൂടാൻ കഴിയുന്ന ഒരു സാധ്യത വരും. പിന്നീട് രാഹുലിന് അടുത്ത മൂവ്മെന്റ് അതായത് മേൽക്കോടതിയിലേക്കാണ്. അത് ഹൈക്കോടതിയിലേക്ക് സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതുവരെ എന്തായാലും അന്വേഷണ സംഘം നോക്കിയിരിക്കില്ലല്ലോ. അന്വേഷണ സംഘത്തിന് ഇവിടുന്ന് കീഴ്ക്കോടതിയിൽ നിന്നും ഒരു ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ അതൊരു തിരിച്ചടി ആകുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് നടത്തേണ്ടി വരും. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കൊക്കെ ഇത്രയും ദിവസം പറഞ്ഞു നിൽക്കാമായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടമാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക, ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്തുക, രാഹുൽ ഒളിവിലാണ് എന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് വീടുകൾ കയറുമ്പോൾ ഓരോ വീട്ടിലും കയറി ഒരു MLA ഒളിവിലാണ് എന്നുള്ളത് പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് രാഹുലിനെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുലിനെ ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. രാഹുലുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് പോയതെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുമ്പോഴും ഓരോ സ്ഥലത്തിൻ്റെ രാഹുൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോഴും രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, പിടിക്കാൻ കഴിയുന്നില്ല. രാഹുലിനെ കൊണ്ടുവിട്ട ആളുകളെ പിടിക്കുന്നു, രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുന്നു. പക്ഷേ അങ്ങനെയുള്ളപ്പോഴും രാഹുലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വലിയ ആഘോഷം പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. LDFന്റെയും BJPയുടെ ഒക്കെ തന്നെ പ്രവർത്തകർ തെരുവിലേക്കൊക്കെ ഇറങ്ങി ആഘോഷം സംഘടിപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇത് പാലക്കാട് നമ്മൾ കണ്ടു. നേരത്തെ വഞ്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമായിരുന്നു. അവിടെ CATU പ്രവർത്തകരൊക്കെ തന്നെ പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഗോകുൽ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. ഗോകുൽ, രാഹുലിന് ഏറ്റ ഈ തിരിച്ചടി അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഉണ്ടായിട്ടുള്ള തിരിച്ചടി മറ്റ് സംഘടനകൾ എത്രത്തോളം ആഘോഷമാക്കുന്നുണ്ട്? ഇവിടെ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. അപ്പോൾ ആഘോഷം അങ്ങനെ 10 മടങ്ങ് മാറ്റുകൂട്ടിയുള്ള ആഘോഷമായി ഇപ്പോൾ ശബ്ദം ലഭ്യമാണെന്ന് തോന്നുന്നു. ഗോകുൽ, സംസാരിച്ചോളൂ. അത്തരത്തിൽ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് നഗരസഭയുടെ ഭാഗത്തേക്ക് അഞ്ചുവിളക്കിന്റെ ഭാഗത്തേക്ക് എത്തുകയും പടക്കം പൊട്ടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് ഇവർ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ ആഘോഷം പോലെ ആക്കുന്നത്.